ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 44 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 13 അധ്യായം 10 വാക്യം. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. അബ്രഹാമിൻ്റെ സഹോദരനായ ഹാരാൻ്റെ പുത്രനായിരുന്നു ലോത്ത്. അബ്രഹാമും ഹാരാനും തേരഹിൻ്റെ മക്കൾ ആയിരുന്നു. ലോത്തിൻ്റെ ബാല്യകാലത്ത് തൻ്റെ പിതാവ് മരിച്ചു പോയിരുന്നതിനാൽ ആയിരിക്കണം മക്കളില്ലാതിരുന്ന അബ്രഹാമിനോടും സാറായോടും കൂടെ ലോത്തും താമസം ആരംഭിച്ചത്. ലോത്ത് എന്ന പേരിൻ്റെ അർത്ഥം മൂടുപടം അല്ലെങ്കിൽ മറയപ്പെട്ടത് എന്നൊക്കെയാണ്. വിശ്വാസ ജീവിതത്തിൽ ലോത്ത് എന്ന വ്യക്തി തീർത്തും ഒരു പരാജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ കുടുംബം മുഴുവൻ താളം തെറ്റുന്ന അവസ്ഥയിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്തുകൊണ്ട് ലോത്ത് ഭവനത്തിലും സമൂഹത്തിലും പരാജയപ്പെട്ടുപോയി എന്ന് ഈ പകൽക്കാലം നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ലോത്ത് വസ്തുവകകളെയും സമ്പാദ്യങ്ങളെയും സ്നേഹിച്ചു. ലോത്ത് വസ്തുവകകളെയും സമ്പാദ്യങ്ങളെയും സ്നേഹിച്ചു. ദൈവത്തേക്കാൾ മറ്റു പലതിനും ജീവിതത്തിൽ സ്ഥാനം കൊടുത്തത് പരാജയത്തിന് കാരണമായിട്ട് തീർന്നു. വസ്തുവകകളെയും സമ്പാദ്യങ്ങളെയും അമിതമായി സ്നേഹിച്ചതിനാൽ തൻ്റെ പിതൃ സഹോദരനുമായി അഥവാ അബ്രഹാമുമായി പിണങ്ങേണ്ടി വന്നു. തനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നതിന് കാരണക്കാരനായ അബ്രഹാമുമായി ഉള്ള ബന്ധം ലോത്ത് ഇടയ്ക്ക് വെച്ച് വിച്ഛേദിച്ച് കളയുന്നു. മാത്രമല്ല, ഇരു കൂട്ടരുടെയും ഇടയന്മാർ തമ്മിൽ കലഹവും ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനാൽ ഇവർക്ക് ഒന്നിച്ച് താമസിക്കുന്നതിനുള്ള സാധ്യതയും നഷ്ടമായി തുടങ്ങി. അങ്ങനെ ഇരുവരും തമ്മിൽ പിരിയുവാൻ ഇടയായി. അവിടെയും ലോത്തിൻ്റെ കണ്ണ് ഫലഭൂയിഷ്ഠതയിലും നീരോട്ടമുള്ളവയിലേക്കും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ നിക്ഷേപം ഉള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്ന്. ഇപ്രകാരം ലോകമോഹങ്ങളിൽ ആശ്രയിച്ചു പോകുന്ന നമുക്ക് ദൈവത്തെയും നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. രണ്ടാമതായിട്ട്, ലോത്ത് അധാർമികതയെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോത്ത് അധാർമികതയെ സ്നേഹിച്ചു. അബ്രഹാമിനെ പിരിഞ്ഞ ലോത്തിൻ്റെ ജീവിതം അധാർമികതയിലേക്ക് എത്തുന്നതായിട്ട് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ചെന്നെത്തുന്നത് സോദോം എന്ന് പറയുന്ന ആ ഒരു പട്ടണത്തിലേക്കാണ്. സോദോമിൻ്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെ ഇപ്രകാരം പറയുന്നു: സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു. ഇത്തരത്തിലെ മനുഷ്യരുടെ ഇടയിലേക്കാണ് ലോത്ത് കുടുംബമായിട്ട് ചെന്നെത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ സോദോം നിവാസികളുടെ നായകനായിട്ട് ലോത്ത് മാറുന്ന ഒരു സങ്കടകരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മ്ലേച്ഛത ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ലോത്തിൻ്റെ മക്കൾ അധാർമിക ജീവിതം തന്നെ നയിക്കുന്നതായിട്ടും നമുക്ക് കാണാം. ദൈവത്തിൽ നിന്നും ദൈവതുല്യരായി കാണേണ്ട അബ്രഹാമിൽ നിന്നും ശ്രദ്ധ മാറ്റിയ ലോത്തിൻ്റെ പതനമാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്നാൽ 1 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം അഥവാ ഒരു ദൈവ പൈതലിൻ്റെ നടപ്പ്, നിൽപ്പ്, ഇരിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ശോധന ചെയ്യപ്പെടേണ്ട ഒന്നാണ്. എൻ്റെ നടപ്പ് ഇന്ന് എങ്ങോട്ടാണ്? ഞാൻ ഇന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഞാൻ ഇന്ന് ഇരിക്കുന്നത് ആരോടൊപ്പമാണ്? പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. വസ്തുവകകളെയും സമ്പാദ്യങ്ങളെയും അമിതമായി സ്നേഹിച്ച ലോത്തിന് വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അധാർമികതയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിട്ട് ലോത്ത് തീരുന്നു.
നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയേക്കാൾ കൂടുതലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നിനെയും സ്നേഹിക്കുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ. ഈ ഭൂമിയിൽ അവിടുന്ന് ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ ധാർമ്മികതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.